റൗണ്ടിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. 1304 ആണ്ട് ദിനമാസം 7-ാം തീയതി വള്ളംകുളത്ത് നിന്നും പിടിയിലായ കൊടും ഭീകരൻ വള്ളംകുളം പാച്ചുണ്ണിയുടെ വിചാരണ ആരംഭിക്കുന്നു. പാച്ചുണ്ണി ഹാജരുണ്ടോ? ഹാജരുണ്ടോ? ഡുണ്ടുണ്ടുണ്ടുണ്ടോ? അതെന്താ ഡുണ്ടുണ്ടുണ്ടോ? പെരുമ്പറ എടുത്തില്ലെന്നേ, അതിന്റെ ഡുണ്ടുണ്ടോ ഞാൻ വായി നിട്ടതാ. എങ്ങനെയുണ്ട് എന്റെ ഡുണ്ടുണ്ടോ? അല്ല സൂപ്പർ ഡുണ്ടുണ്ടുണ്ടോ. സേതുവാസായിട്ട് കള്ളു കുടിക്കാൻ കാശോ? കുത്തി പടത്തക്കണേ പന്തി. ക്യാരക്ടർ വിട്ടുപോയി. ഞാനല്ലേ വള്ളംകുളം പാച്ചുണ്ണി. അതെ, ഞാൻ വള്ളംകുളം പാച്ചുണ്ണി. പാച്ചുണ്ണി ഹാജരുണ്ടോ? പ്രസന്റ്. മിസ്റ്റർ വള്ളംകുളം പാച്ചുണ്ണി. എടാ സാഹിബിന്റെ മോനെ, എന്നോട് പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്റെ പാച്ചു എന്ന് വിളിച്ചാൽ മതി. ബാക്കി വിളിക്കുമ്പോ എനിക്ക് എന്തോ പോലെ തോന്നുവാ. ഐ ആം വൈസ്രോയ്. ഓ, ടാൾക്കൻ പ്രഭുവിന് ശേഷം വന്ന പുതിയ വൈസ്രോയി ആയിരിക്കും അല്ലേ? നോട്ട് വൈസ്രോയ്, ഐ ആം YS റോയ്. എത്ര വയസ്സായി? 70. അപ്പൊ വയസ്സായ റോയി എന്ന് പറയാനായിരിക്കും ഉചിതം. മിസ്റ്റർ പാച്ചുണ്ണി, ഹാജർ വിളിച്ചിട്ട് നിങ്ങൾ എന്താണ് വരാൻ താമസിച്ചത്? ഇപ്പൊ വിളിച്ചത് കാര്യമായി. അരമണിക്കൂർ കഴിഞ്ഞാൽ എന്റെ പൊടി പോലും കിട്ടത്തില്ലായിരുന്നു. അതെന്താണ്? ഞാൻ ജയിലിൽ ചാടി പുറത്തു പോയതാ. അന്നേരം നിങ്ങൾ എന്റെ പേര് വിളിച്ചത്. അത് കേട്ട് ഞാൻ തിരിച്ചു വന്നാടാ മണ്ടൻ സാഹിബേ. സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ കബളിപ്പിക്കാമെന്ന് കരുതിയോ നീ വിധി? നിങ്ങളുടെ നാട്ടിൽ സൂര്യൻ അസ്തമിക്കത്തില്ലയോ? ഇല്ല. ചുമ്മാ ലിമറിലങ്ങടെ കോവളത്തും കന്യാകുമാരിയിൽ അസമയം കാണാൻ വന്ന് കിടക്കുന്നത്. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ആ കാണുന്ന കടലല്ല, നിന്റെയൊക്കെ കക്കൂസും കുളിമുറിയല്ല. ഞങ്ങൾ പെണ്ണുപിള്ളേ പിള്ളേരും ഒക്കെ ടൂർ വരുന്ന സ്ഥലമാണ്. മാനമര്യാദക്കാരോ കിടന്നോണം, ഒരുമാതിരി പപ്പടം ഉണക്കാട്ടേക്കുന്നത് പോലെ. മിസ്റ്റർ പാച്ചുണ്ണി, നിങ്ങൾ കമ്പനിയോട് സമാധാനം പറയേണ്ടി വരും. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയോടാന്നു? അല്ലല്ല, എന്റെ കുറെ കമ്പനിക്കാർ ഞാൻ ചെല്ലുമെന്ന് പറഞ്ഞ് നോക്കിയിരിക്കുക. നിന്നെ തൂക്കിലേറ്റിട്ട് വേണം എനിക്ക് അങ്ങോട്ട് പോകാൻ. ഇനിയും താമസിച്ചാൽ നിങ്ങൾ കമ്പനിക്ക് കപ്പം കൊടുക്കണം. കമ്പനിക്ക് കൂടുമ്പോ കപ്പമല്ല, കപ്പയും മീൻകറിയാ നല്ലത്. നിനക്കെതിരെയുള്ള കുറ്റപത്രം വായിക്കാൻ പോവുകയാണ്. എന്തോ നോക്കുന്നേ? ഇന്നത്തെ ലോട്ടറിയുടെ റിസൾട്ട് ഉണ്ടോ നോക്കിയതാ. ലോട്ടറിയുടെ റിസൾട്ട് നോക്കാൻ ഇത് മനോരമ പത്രമല്ല, പിന്നെ കുറ്റപത്ര. എന്നാ കുറ്റങ്ങളുണ്ടോ വായിക്ക്. ഓ എന്റെ ദൈവമേ, എന്തൊക്കെ സാധനങ്ങളാണോ നീ അടിച്ചു മാറ്റിയേക്കുന്നത്? എന്തൊരു കള്ളനാണോ നീ? അതെ, പാച്ചുണ്ണി കള്ളനാ. വള്ളംകുളത്തിന്റെ സ്വന്തം കള്ളൻ. പാച്ചുണ്ണി കട്ടതൊന്നും വള്ളംകുളം വിട്ട് പുറത്തു പോയില്ല. ചുങ്കത്തറയിലെ മേമയുടെ വീട്ടിൽ നിന്ന് പഠിച്ച സായിപ്പേട്ടന് ഇതൊന്നും അറിയണ്ടല്ലോ. ഇവിടെ 3 വയറ് കഴിയുന്നത് എങ്ങനെയാന്ന്? വയറ് കഴിയുന്നു അല്ല, വയറ് കഴിയുന്നത് എങ്ങനെയാന്ന്? ഞാൻ ഇവിടെ വിചാരണ ചെയ്യുന്നത് വള്ളംകുളം പാച്ചുണ്ണിയാ, അല്ലാതെ മീശമാധവനെ അല്ല. വീണ്ടും ക്യാരക്ടർ വിട്ടു പോകുന്നു. ഈ അടിച്ചു മാറ്റിയ സാധനങ്ങളൊക്കെ നീ ആർക്ക് കൊടുത്തു കൊച്ചുണ്ണി? ഞാൻ കട്ടതെല്ലാം പാവങ്ങൾക്ക് കൊടുത്തു. ആ, പാവങ്ങൾക്ക് കൊടുത്തു. എടാ, അതിലൊരു പാവം പിടിച്ചവൻ തന്നെ നിന്നെ പിടിക്കാനായിട്ട് ഞങ്ങൾക്ക് ഒറ്റ തന്നത് അറിയാം. അതാരാ? പടിഞ്ഞാറ്റേതിലെ വാസുദേവൻ. എടാ വാസുദേവ, അവന് LED TV വേണമെന്ന് പറഞ്ഞപ്പോ ഞാൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് TV കൊണ്ട് കൊടുത്തു. അതിന്റെ പേരിൽ തന്നെ കേസാ. ആ കേസം കളഞ്ഞാൽ അവന്റെ കാര്യം ഞാൻ ഏറ്റു. നോ, കമ്പനി ഭരിക്കുന്ന ഈ നാട്ടുരാജ്യത്ത് യാതൊരുവിധ അക്രമവും കമ്പനി അനുവദിക്കില്ല. അതെന്താ? കമ്പനി നേരിട്ട് അങ്ങ് ചെയ്തോളാം. സായിപ്പേ, ബ്രിട്ടീഷ് അധിനിവേശ സാമ്രാജ്യത്തിന്റെ കരാള കസത്തിൽ നിന്നും എന്റെ നാടിനെ മോചിപ്പിക്കുവാൻ ഈ വരുന്ന 27-ാം തീയതി നടക്കുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നമ്മുടെ പ്രിയങ്കരനായ സാരഥി പി നാണുവിന് വോട്ട് ചെയ്ത് വിജയിപ്പിക്കണമേ, വിജയശ്രീ ലാളിതനാക്കണമേ എന്ന് താഴ്മയായി അഭ്യർത്ഥിക്കുകയാണ്. നമ്മുടെ സാരഥി പി നാണു. നമ്മുടെ ചിഹ്നം മൂക്കിപ്പൊടി. പി നാണു, മൂക്കിപ്പൊടി. അയ്യോ പാച്ചുണ്ണി, എനിക്ക് വോട്ട് ചെയ്യാൻ പറ്റത്തില്ല. ആ പോയി വെങ്ക. എടാ, എനിക്ക് വോട്ടർ ID കാർഡ് ഇല്ല. ഇല്ലയോ? ഇല്ല. അന്യ നാട്ടിൽ ഇവിടെ വന്ന് കിടക്കുമ്പോ ഓർക്കണം, നിനക്ക് വോട്ടർ ID കാർഡ് ഇല്ലെന്ന്. പൈസ ഇറങ്ങി ഞാൻ ഒപ്പിച്ചു തരാം. Shut up! I will shoot you. അയ്യോ, അന്ന് പറഞ്ഞ എന്തുവാ മനസ്സിലായില്ലേ? ഇല്ല, മനസ്സിലായില്ല. ഇംഗ്ലീഷ് അറിയത്തില്ലേ? ഇംഗ്ലീഷ് അറിയാമെങ്കിൽ ഞാൻ വക്കീൽ പണിക്ക് പോകത്തില്ലായിരുന്നു. കള്ളനാവോ? എനിക്കറിയാം. അറിയാമോ? അതിനാണ് നിന്നെ സായിപ്പേന്ന് വിളിക്കുന്നത്. ഇംഗ്ലീഷ് പഠിക്കണമെന്നുണ്ടോ? ഇംഗ്ലീഷ് പഠിക്കണമെന്നുണ്ട്, പക്ഷേ ഇവിടുത്തെ ജഡ്ജ്മെന്റിലൊക്കെ ഒന്ന് പിടിച്ച് നിൽക്കണമല്ലോ. 3 മാസം കൊണ്ട് ഇംഗ്ലീഷ് കിടുക്കനായിട്ട് പഠിപ്പിക്കുന്ന ഒരു ആപ്പ് ഉണ്ട്, എടുക്കട്ടെ? എന്താപ്പാ? റോയിസ് ആപ്പ്, എന്റെ സ്വന്തം ആപ്പ്. ആപ്പിന്റെ അടുത്ത് എന്തിനാ? നിന്റെ അണ്ണാക്കലോട്ട് അടിച്ചു കയറ്റാം. 12 കൊല്ലം കൊണ്ട് സ്കൂളിൽ പോയിട്ട് ഞാൻ ഇംഗ്ലീഷ് പഠിക്കല്ല. നീ പിന്നെ 3 മാസം കൊണ്ട് എന്നെ ഇംഗ്ലീഷ് പഠിപ്പിച്ച് അങ്ങ് മേളിൽ കയറ്റും. അപ്പൊ എന്റെ ആപ്പ് വാങ്ങിക്കത്തില്ല. നിന്റെ ആപ്പ് ഒന്നും വേണ്ട. എന്നാ നിന്നെ ഇപ്പൊ തന്നെ ഞാൻ തൂക്കി കൊല്ലാൻ വിധിച്ചിരിക്കുന്നു. കേറാ കഴിമരത്തെ. കേറിയിരിക്കുന്നത് കഴിമരത്താല, അല്ലാതെ ബാംഗ്ലൂരിന് പോകുന്ന വോൾവോ ബസ്സാലല്ല. അടുത്ത കയറാ അങ്ങോട്ട്. നാടിനെ പറപ്പിച്ച കള്ളൻ നിന്ന് കരയുന്ന കണ്ടില്ലയോ? ഞാൻ കരയല്ല, പിന്നെ ഭയങ്കര നാട്ടിൽ കഴിവരം കഴുകിയതാണോ? കഴിവരം കഴുകിയതാണോ? എന്നും കഴുകി തുടച്ചിടാനേ. ഇത് കഴിമരവാ, അല്ലാതെ എന്റെ ബെൻസുകാരല്ല. സായിപ്പേ, ഞാനൊരു കള്ളനാ, ഞാൻ സമ്മതിച്ചു. പക്ഷെ നീ ഒരു ചതിയനാ. ഞാൻ എന്തോ ചോദിച്ചു നിന്നെ? ഈ കയറ് മുറുകിയതാണോ? മുറുകിയതാ. ഞാൻ രാവിലെ കയറി നല്ലപോലെ കെട്ടിയതാ. മുറുകിയതാ. അയ്യോ, എന്റെ കാര്യത്തിനകത്ത് കെട്ടിട്ട് നീ അങ്ങോട്ട് വലിക്കും. ഞാൻ പൊട്ടി താഴെ വീണ് ചത്ത് കഴിഞ്ഞാൽ ആര് സമാധാനം പറയും? അത് ശരിയാണല്ലോ. നോക്കട്ടെ, മുറുകിയെന്ന് കയറി നോക്കിയൊന്നു. മുറുകിയെന്ന് സൂപ്പറായിട്ട് മുറുകിയിട്ടുണ്ട്.
എടാ അച്ചപ്പത്തല തലയെ കൊണ്ട് കയറ്റിയത് തലയിട്ട് നോക്കാം. തലയിട്ട് നോക്ക് മുറിയാന്നോ മുറിയിട്ടുണ്ടല്ലോ. കണ്ടോ? Oh my god! 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 What? ഈ ഡയലോഗ് ഞാൻ എവിടെ കേട്ടിട്ടുണ്ടല്ലോ. ഞാനത് ഡബ് ചെയ്യുന്നേ. ആണോ? my baby. എടാ ഞങ്ങളുടെ നാട്ടിൽ കയറി മൊത്തം കൊള്ള നടത്തുന്ന നീയൊക്കെ യഥാർത്ഥ കള്ളന്മാര്. എന്നാലെന്താ ഈ നാട്ടുരാജ്യം ഭരിക്കുന്നത് ഞങ്ങളല്ലേ? സ്കിറ്റ് എന്റെ സ്കിറ്റ് എന്റെ ആയോ? അല്ല കിറ്റ് ഇന്ത്യ.